മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയുടെ ഒരു വിവരവും അറിയാത്ത മോഹിനി അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. അതേസമയം അങ്ങോട്ടേക്ക് മാർക്കോ വരുന്നുണ്ട്. എന്നിട്ട് മോഹിനിയോട് പരിചയപ്പെടുത്തുന്നുണ്ട്, ഞാനാണ് മാർക്കോ എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ആ മോള് പറഞ്ഞ് എനിക്ക് മാർക്കോനെ കുറിച്ച് എല്ലാ വിശേഷങ്ങളും അറിയാം, എന്താ മോനെ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മോഹിനി പറയുന്നു, ഇതുപോലെ മഹാലക്ഷ്മിയെക്കുറിച്ച് അമ്മ വിഷമിക്കേണ്ട, മഹാലക്ഷ്മിയെ സേഫായിട്ട് രേഖയുടെ വീട്ടിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാകുന്നുണ്ട് മോഹിനിക്ക്. അങ്ങനെ മോഹിനിയോട് പറയുന്നുണ്ട്, എന്താ മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് ഇപ്പോഴും ആളുകൾ പിറകെ നടക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയുടെ ചിത കത്തിക്കുന്നത് കണ്ടിട്ടാണ് അന്ന് പ്രതാപൻ വീട്ടിലോട്ട് വന്നത് എന്നൊക്കെ മോഹിനിയോട് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമാണ് അവിടെ കാണുന്നതെന്നൊക്കെ മോഹിനിയോട് പറയുന്നുണ്ട്. അതുകൊണ്ട് മഹാലക്ഷ്മി തിരിച്ചു വരുന്നവരെ അവരുടെ മുമ്പിലെല്ലാം അമ്മ വിഷമം അഭിനയിക്കണമെന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മഹാലക്ഷ്മിയുടെയും കണ്ണൻ സാറിൻ്റെയും പിറകെ ഞാൻ എപ്പോഴും ഒരു നിഴലായിട്ട് തന്നെ ഉണ്ടാവും, അമ്മ അത് ഓർത്ത് വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർക്കോ അവിടെ നിന്നും പോകുകയാണ്. പിന്നീട് മേഘനാഥൻ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്, നമുക്ക് കിട്ടാനുള്ള സ്വത്തുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് രണ്ടുപേർക്കും ഇനി കിട്ടിത്തുടങ്ങും എന്ന് മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട് മേഘനാഥൻ. എന്നിട്ട് പറയുന്ന, നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി, മഹാലക്ഷ്മി എന്ന് പറയുന്ന വളരെ വലിയ ഒരു തടസ്സമാണ് നമ്മളുടെ മുന്നിൽ നിന്നും മാഞ്ഞു പോയിരിക്കുന്നത്. ഇനി അവളെ കൊണ്ടുള്ള ഒരു ശല്യവും ഉണ്ടാവില്ല, കണ്ണൻ്റെ ജീവിതത്തിൽ അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും മഞ്ജു മനസ്സിൽ ചിരിക്കുന്നെല്ലാമുണ്ട്. കാരണം സാഗറിൻ്റെ അടുത്തു നിന്നും മഹാലക്ഷ്മിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം മഞ്ജു നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മേഘനാഥൻ പറയുന്നത് കേൾക്കുമ്പോൾ മഞ്ജുവിന് ഒരു ഭാവഭേദവും ഇല്ലായിരുന്നു. മഞ്ജു അന്നേരം പറയുന്നുണ്ട്, എന്താണെങ്കിലും എനിക്കിപ്പോൾ സ്വത്തിനെക്കുറിച്ചൊന്നും യാതൊരു താല്പര്യമില്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട്. അപ്പോൾ മേഘനാഥൻ പറയുന്നത്, നമ്മൾ എത്ര ദിവസമായി ഒരു സന്തോഷത്തോടുകൂടി ജീവിച്ചിട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മഞ്ജു അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി, എനിക്ക് വ്രതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറുകയാണ് മഞ്ജു. പക്ഷേ അതൊക്കെ മേഘനാഥന് വളരെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. മേഘനാഥൻ പറയുന്നത്, നീ എന്നിൽ നിന്നും എന്താണിപ്പോൾ അകന്നു പോകുന്നത്, നീ ഇങ്ങനെയല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജുവിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. മഞ്ജു പക്ഷേ എനിക്ക് വ്രതമാണ്, നമ്മളുടെ നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വ്രതം എടുക്കുന്നത്, അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടേക്കും, ഇല്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ റൂമിൽ പോയി കിടക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജു അങ്ങനെ മാറി നിൽക്കുകയാണ്. മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് മേഘനാഥൻ ഏൽപ്പിച്ച ഗുണ്ടകളുടെ മുന്നിലേക്ക് മഹാലക്ഷ്മി പ്രേതമായിട്ട് എത്തുന്നുണ്ട്. അവർ എല്ലാവരും കൂടെ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വരുന്ന സമയത്ത് മഹാലക്ഷ്മി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് പേടിച്ചോടുകയാണ് ഗുണ്ടകളെല്ലാം. ആ വിവരം മേഘനാഥൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഗുണ്ടകൾ, ഞങ്ങൾ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ചിതയിലിട്ട് കത്തിച്ചു കളഞ്ഞ ആ പെൺകുട്ടി ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങൾ പേടിച്ചോടി വരികയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘനാഥൻ്റെ അടുത്ത് പറയുന്നുണ്ട്. മേഘനാഥൻ പറയുന്നു, അതൊക്കെ നിങ്ങൾക്കിപ്പോൾ തോന്നുന്ന പ്രേതമോ ഭൂതമോ ഒന്നും ഇല്ലാത്ത കാലത്താണോ നിങ്ങൾ ഈ മാതിരി വർത്തമാനം പറയുന്നത്, അതൊക്കെ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും, നിങ്ങൾ അടിച്ച് പൂസായി വന്നുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായതാണെന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മേഘനാഥൻ. അങ്ങനെ മേഘനാഥൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ആ സ്ഥലത്തോട്ട് എത്തുമ്പോഴത്തേക്കും മേഘനാഥൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്നുണ്ട്. അതേസമയം പിറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, എന്താ വണ്ടി ബ്രേക്ക് ഡൗൺ ആയോ, വണ്ടിക്ക് എന്തു പറ്റിയെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഒരു പെണ്ണിൻ്റെ ശബ്ദത്തിൽ. മേഘനാഥൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയുടെ പ്രേതമാണ് പിറകെ നിൽക്കുന്നത്. അത് കണ്ട് മേഘനാഥൻ അലറി കൂവി അവിടെ ബോധം കെട്ട് വീഴുകയാണ്. പിന്നീട് ബോധം തിരിച്ചു കിട്ടിയ മേഘനാഥൻ എത്രയും പെട്ടെന്ന് വണ്ടി എങ്ങനെയെല്ലാം എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട്. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അർദ്ധരാത്രി ആയിട്ടുണ്ടായിരുന്നു. അതേസമയം അവിടെയും നമ്മുടെ മഹാലക്ഷ്മിയുടെ പ്രേതം കാണുകയാണ്. അത് കണ്ട് അലറി കൂവി അവിടെയും ബോധം കെട്ട് വീഴുകയാണ് മേഘനാഥൻ. അത് കേട്ടുകൊണ്ട് ഉണർന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട് സീമന്തിനിയും വാമദേവനും. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നല്ലോ, എന്താണെന്ന് ഓർത്ത് രണ്ടുപേരും കൂടെ ടോർച്ചെല്ലാം അടിച്ചുകൊണ്ട് പുറത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ അവിടെയെല്ലാം നോക്കുമ്പോൾ ആരെയും ഒന്നും കാണുന്നില്ല. അങ്ങനെ മുന്നോട്ട് നടന്നു വരുമ്പോഴത്തേക്കും എന്തോ കാലിൽ തട്ടുന്നുണ്ട്. പെട്ടെന്ന് വാമദേവൻ നോക്കുമ്പോൾ മേഘനാഥൻ ഒരു വെളിവും ബോധവും ഇല്ലാതെ അവിടെ കിടക്കുന്നതാണ് കാണുന്നത്. അത് കാണുമ്പോൾ സീമന്തിനി എന്തു പറ്റി മോനെ, എന്താ നിനക്ക് പറ്റിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘനാഥനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മേഘനാഥൻ ഒരു വെളിവും ബോധവും ഇല്ലാതെ ഒരു ഓർമ്മയും ഇല്ലാതെ താഴെ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. പക്ഷേ മഞ്ജു ഇതൊന്നും അറിയുന്നില്ല. മഞ്ജു നല്ല ഉറക്കത്തിലായിരിക്കും.
അങ്ങനെ മാർക്കോയുടെ പ്ലാൻ മേഘനാഥൻ്റെ മുന്നിൽ വർക്കൗട്ടായി തുടങ്ങി. ഇനി ഓരോരുത്തരുടെ മുന്നിലും മഹാലക്ഷ്മിയുടെ പ്രേതം പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും ഇനിയുള്ള എപ്പിസോഡുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമ്മൾക്ക് കാത്തിരിക്കാം.